വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ നമഃ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അന്നേരം ഭക്തവന്തിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനേ. ജന്മസാഫല്യമെന്തെന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണ ഹരേ ജയം. ആദിത്യേനുദയേതിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ. ആതുരാണാവനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണ ഹരേ ജയം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടതു വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണമെന്തു പുരുഷനു നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയം. ഇവണ്ണാമറിച്ചോരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനീജനം. ഈ വണ്ണമുള്ളൊരുദ്യോഗമാത്മാവിൽ കൈവിടാമോക്ഷം കൃഷ്ണ ഹരേ ജയം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉത്തമാനീവൻ വിഷ്ണു ഭക്തൻ തുലോം ശുദ്ധ ചിത്തം വിരക്കും വിഷയത്തിൽ എത്തുമിന്നോ പരബ്രഹ്മ സായുജ്യം പാർത്തിരിക്കുന്ന കൃഷ്ണ ഹരേ ജയം. ഊനം വാര പരിജ്ഞാനവാരിധി മാനിച്ച നൃപനോടരുളേ സുഖൻ ജ്ഞാനിമാരാമുനിമാരിലഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എത്രയും നന്നു വൈതു ശംഭൂപതി പ്രശ്നമീവണം വേണ്ടു മഹാജനം നിഷ്ഫലം പ്രാപിച്ചിടുന്നു ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണ ഹരേ ജയം.
ഏതും താനറിയാതെ പഴുതെ പോം പാതിയായ സുനിദ്രയ ജന്തുനാം പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാവികൾക്കോ കൃഷ്ണാഘരേ ജയം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഐവരെയും അടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിങ്ങാനന്ദം കൈവരും നൂനം കൃഷ്ണാഘരേ ജയം ഒന്നിതാത്മാവു കാണപ്പെടുവതോ എന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ എന്നും ഗോവിന്ദ അനുഗ്രഹം കൂടാതെ വന്നിടാമോക്ഷം കൃഷ്ണാഘരേ ജയം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഓതിടാന്നാലു വേദങ്ങളും ധന്യ യാഗം ദാനവും സന്യാസയോഗവും ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടട കൃഷ്ണാഘരേ ജയം ഔദാര്യം ചേരു ദേഹാഗാദിൽ മോഹം കൈവിട്ടു സജ്ജന സംഗത്താൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്ന കൃഷ്ണാഘരേ ജയം അക്കഥ കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ട് പോക്കല്ല അരക്ഷണം അകർമ്മത്തോളം നല്ലൊരു കർമ്മം കർമ്മം ഛേദിപ്പാൻ കൃഷ്ണാഘരേ ജയം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ ഹരേ രാമ ഹരേ രാമം രാമ രാമ ഹരേ ഹരേ നാരായണ തിരുനാമ ജപത്തിനുൾത്താൽ മടിച്ചു പോകായ ഒരു നേരവും പാരിൽ നരജനനവകാശം വന്നാൽ നാരായണ ജപം നല്ല നിർണയം നാരികളും നരന്മാരും വയോധികന്മാരും ബഹുകൃശവാലാദി സർവരും നാനാഗതികളാലും മറവാതെ കണ്ട ആനന്ദലീല സ്വയം ജ്യോതിരാത്മകം നാരായണ സ്വാമി തന്നെ സ്മരിക്കുകയും പാരാത ചരിത്രങ്ങൾ കീർത്തിക്കുകയും നേരെ വരേണ്ടത് എപ്പോഴും അനുദിനം പാരിലതന്യെ വാഴുന്നവരെല്ലാം താരി രൂപങ്ങളോടൊക്കെ അതിൽ പരന്നാരകഗാമികളായി വരുന്നു ചിരം പാദഗൗഹങ്ങൾ അറിഞ്ഞും പുനരറിയാതെയും ഓരോന്ന് ചെയ്തു പോമേവരും വേദജപ തീർത്ഥസ്നാനമകയോഗ ആദികൾ കൊണ്ടത് നീക്കരുതർക്കുമേ
നാരായണൻ തിരുനാമ ജപങ്ങളാൽ വേരറും താനും അതിനുള്ള സംശയം പാരിഴും മന്ദുരിതങ്ങളകന്നുപോയി ദൂരവേ നിൽക്കിലെ സൽഗതിയും വരും. സൽഗതി വേണമെന്നാകിൽ കരിപത ഭക്തി കൊണ്ടെന്നെ മറ്റൊന്നിനാൽ വരാം. ഭക്തി ഉണ്ടായിച്ചമഞ്ഞിടുകിലും ബദ്ധമുക്തി മനുഷ്യനെ വന്നു കൂടൂ ദൃഢം. മാനുഷൻ ഭാരത കണ്ടേ ജനിച്ചവൻ താനതിനേറ്റം പ്രധാനനാകുന്നതും. ഭാരതേ മർത്യനാവാൻ പുണ്യപാപങ്ങൾ നേരായി വരികിലേ സംഗതിയും വരൂ. ഭാഗതയും വലുതായി പവർക്കും അതിന് യോഗം വരും. നിജകർമ്മവേഗാനികെ വന്നു മനുഷ്യനായുള്ളവൻ താൻ നിജ പുണ്യഗതിയെ ഒഴിഞ്ഞെന്നിയേ മരിക്കിലാം. പിന്നെ ഒട്ടേറെ നാളുണ്ടിരിപ്പെങ്കിലങ്ങ് അന്വകം ചിന്ത ചെയ്തു വസിച്ചിടിലും സത്സംഗയോഗ്യനല്ലെന്നെങ്കിരിക്കലും സത്സംഗയോഗ്യനെന്നായി വരുന്നാകിലും നിദ്രയായി ഉള്ളതിൽ പാതികാലം വൃതാ പാതി കൊണ്ടുള്ളതിൽ 4 കാലവും പോതാലീല വശമായി കഴിയുമ്പലാൽ യൗവനം വന്ന് മുറ്റിയിടുമ്പോൾ ഓരോരോ ദുർവിചാരങ്ങൾ ഉണ്ടായി വരുമായ ലോകാർത്ഥപുത്രകൾ എത്ര വൃദ്ധ്യാദി വിരാകാംക്ഷകളിൽ ഭ്രമിച്ചു വാഴും ചിരം. ഞാനെന്നും അൻപോട് എനിക്കുള്ളതെന്നും ഉള്ള ആനന്ദ വേഗേന പോയി കഴിയുമ്പലാൽ മാനം നടിച്ചു മറ്റുള്ളവരോട് നീ ഞാൻ എന്ന മത്സരാദി പ്രഭാവങ്ങളാൽ കാലമോ യൗവനമായതെല്ലാം കഴിഞ്ഞാൽ എന്തു പിന്നങ്ങാവതയ്യോ ഖരേം. വാർദ്ധക്യകാലത്ത് വ്യാധിതനാച്ചമഞ്ഞാർത്തനായി ഒന്നിനും പ്രാപ്തനല്ലാതെയായി പൊയ്ക്കഴിയുമ്പലാൽ ഇങ്ങനെ കാലം അങ്ങോർക്ക് ദുരിതങ്ങൾ ആർജിച്ചു സന്തതം നീക്കാമതെല്ലാം ക്ഷണേന കരിവതമാർഗമലാഗ്രഭക്തിയാപി നിരന്തരം ചാട്ടാൽ മുകുന്ദനെ ധ്യാനിച്ചു കൊള്ളുക. നാമാക്ഷരം ഭക്ത്യാ ജപിച്ചുകൊണ്ടന്വകം മോക്ഷം തരും. മോക്ഷതൻ ദുരിതങ്ങളെ നീക്കിക്കളഞ്ഞ അതിനില്ലോരു സംശയം. നാരായണൻ തിരുനാമജപത്തിനു നേരെ ഒരു ഗതിയിൽ എളുതായതും പേരായിരമുള്ളവൻ തിരുനാമമൊന്നും വരാതെ കണ്ടോരു നേരം ഒരു ദിനം താനൊന്നു ചൊല്ലിനാൻ എന്നു വരികിനും താനേ ദുരിതങ്ങൾ പോയകലും ക്ഷണാൽ സൂര്യപ്രഭാത സമയെ തിമിരങ്ങൾ ആര്യപ്രമാണേന നീങ്ങി നിൽക്കും വണ്ണം ഘോരമകാപാപമെല്ലാം അകന്നുപോകും. ആരുമൊന്നീശലിൽ ചേടായ്മനേതുമേ നാരായണ തിരുനാമമാകാത്മ്യങ്ങൾ നേരെ പറക നീ ശാരിക പൈതലേം നേരെ പറവാൻ അറിയരുതെങ്കിലും ഭാരതതെല്ലാം അറിഞ്ഞ തൊട്ടിട്ടു ഞാൻ ഭോഷണമാറാമത് കൊണ്ട് കേവലം ഭോഷണമെന്ന് ഭഗവതനുഗ്രഹം പാപങ്ങളെല്ലാം ഭഗവതാനുഗ്രഹമേർപതിഞ്ഞാൽ നീങ്ങുമില്ല ഒരു സംശയം. പഞ്ചമസ്കന്ധേ നരകാനുഭൂതിയും 5 മാറാകന്ത കേട്ടു നരവരൻ ചഞ്ചലാദ്രാത്മകനായിട്ട് ശ്രീസുഖൻ തച്ചരണദ്വയം കുപ്പിത്തൊഴുതുടൻ വന്ദിച്ചു ചോദിച്ച് തന്നകരങ്ങളിൽ ചെന്നു ചാടായ്വതിനെന്തുകൊണ്ടായി വരൂ ചൊല്ലിത്തരേണം. പ്രതികാരമുണ്ടെങ്കിലെല്ലാം പരോപകാരത്തിനു നന്നല്ലോ. കല്യാണശീലന ശ്രീസുഗന്ധാനതിൻ ഉള്ളം തെളിഞ്ഞ് അരുൾ ചെയ്താനനുക്ഷണം. നല്ലോരജാമീളം തൻ ചരിത്രങ്ങൾ തൊട്ടുള്ളവര് അനുഗ്രഹ സാധനമാതിയെ ചൊല്ലുന്നതുണ്ട് ചുരുക്കമായെങ്കിലും എല്ലാവരും ജപിതന്നു കേട്ടിടുവിൻ. കന്യകുബ്ജാക്യദേശസ്ഥനായി നടേ മുന്നം അജാമീളനെന്നൊരു ഭൂസുരൻ കർമ്മങ്ങളെല്ലാം ഗൃഹസ്ഥാശ്രമ ആചാരധർമ്മങ്ങൾ നീങ്ങാതെ ചെയ്തിരിക്കുന്ന നാൾ ചെന്നാൻ ഒരു നാൾ അരണ്യേ സ്മിതകുശാദ്യ അന്വേഷണം ചെയ്ത് അവിടെയപ്പോൾ അവൻ കണ്ടാനൊരു വൃഷലിമണി തന്നെയും താണ്ടാർ മകളെന്ന പോലെ വിലാസിനി കൊണ്ടാടുവാൻ യോഗ്യയാകുന്നത് കണ്ടിക്കുഴലിതൻ രൂപലാവണ്യവും സാരസ്യ സൗജന്യ രീതിമേളങ്ങളും സാരനാഭോസുരൻ കണ്ടു നിൽക്കും ഇതൗ നാരീകുല പരദേവതയാകിയ മാരനണഞ്ഞു പൂവമ്പുകൾ തൂങ്ങിനാൻ പാരമാടൽ പെട്ടതേറ്റകമഴിഞ്ഞ് ആരണേന്ദ്രൻ പരാധീനനായാൻ ബലാൽ
ചാരുസ്മിതാനന തൻ കരതാർ പിടിച്ച ആരഴൽ തീരുമാറാശു പുൽകീടിനാൻ വാരിളം പോർമുല മുട്ടുകളാമകാമേരു മകീധരസാനുനീമേവിന മാരൻ പിടിച്ചു പറിച്ചാൻ മഹൂദനം നാരിയും ചൂരിവാവേരി നൽകിയിടിനാൽ വായ്മലർത്തേൻ നുകർന്നീടും ലഹരിയാൽ കാമൻ നടനമാടും ഇതോ കേവലം തുല്യാനുഭോഗ കുതൂകല രഥസാ കല്യാണം ഉൾക്കൊണ്ടിരുവരും കൂടവേ നിങ്ങു ശൂദ്ര മനോഹരിതൻ ഗൃഹം ചേർന്നു രമിച്ചാരാനിശമനുദിനം രാപ്പകലും മറന്ന് ആ മഹീ നിർജരൻ വായ്പോട് അനങ്കരസാനന്ദമഗ്നനായി ശൂദ്രാംഗനയെ പിരിയരുതായകയാൽ ശൂദ്ര സമാചാര തൽപരനായുടൻ താൽപര്യം ആത്മകർമ്മങ്ങളും എന്നേ ഗോപ്പരമിടി പ്രസാദായ തുനിഞ്ഞുതൻ സ്നാനശയനാദികളും മറന്ന് അന്വകം മാനിനിയോട് ചേർന്ന് കുതൂകാന്യുതൻ ചൂതു ചതുരംഗമാതി നർമ്മങ്ങളിൽ വാതിനധരവും ആരവാർഗൊങ്കയും വ്യക്തമായി കണ്ടെടുത്തും ബത വാങ്ങിയും അത്യന്തം ആനന്ദമഗ്നനായ അന്വകം തൃപ്തിപരാധൂര് അനുരാഗവാരിതി മധ്യേ മതേനലയിച്ചിരിക്കുന്ന നാൾ ദുർകൃതം രക്കറ്റ് രൂപികളായി വന്ന് നിൽക്കുന്നതെല്ലാം ക്രമാൽ വളരും വണ്ണം സുഭ്രുവായുള്ളവർ പെറ്റിടയിൽ ചില പുത്രരും കൂടെ വളർന്നു തുടങ്ങിനാൻ മക്കളെ ചെമ്മെ വളർത്തുകൊള്ളുവാൻ ഓരോ ദുർകൃതമേറ്റവും ചെയ്തു തുടങ്ങിനാൻ പക്ഷികളെ കെണിവെച്ചു പിടിക്കുകയും ഭക്ഷമായുള്ളത് കൊന്നുകൊടുക്കുകയും മത്സ്യമാംസാദികൾ ശിക്ഷയാതാൻ ജപിച്ചൊക്കവേ ഭുക്തിക്കുയർത്തു കൊടുക്കുകയും പക്ഷിപ്പതിന്നു യോഗാഖ്യങ്ങളേറ്റണാൽ ബന്ധപ്പെടുത്തു കളിപ്പിച്ചു കൊള്ളുകയും നിത്യമീ വണ്ണം മീനക്കെട്ടിരുന്ന ശൂദ്രസ്ത്രീയാ പുത്രഹിതാനുസരണകൻ ദുഷ്കൃതൗഖ്യേ പ്രവർത്തന്മതാ കേവലം നിഷ്കിഞ്ചനാച്ചമഞ്ഞാൻ അനുക്രമാൽ സ്വസമാമർത്ഥമെല്ലാം നശിപ്പിച്ചതാ നിർധനനാമവൻ പിന്നെ എങ്ങെങ്ങുമേ കട്ടും കവർന്നും പറിച്ചും തുടങ്ങിന ദുഷ്ടവൃത്തങ്ങൾ എന്തെന്തോ ചൊല്ലാവതോ ദുഷ്ടനായുള്ളവൻ ഏവം അങ്ങെൺപതുമെട്ടും വയസ്സു ചെൽവോളവും അങ്ങനെ കഷ്ടവൃത്യാ പരിവർത്തിച്ചവൻ വശം കെട്ടോര് മുട്ടി പോലെ കിടക്കും ഇതവും ഭക്തയവാകുവാനിയാദികളിലൊന്നുൾക്കാമ്പിൽ അശ്രദ്ധയാ പുറച്ചേറ്റവും മീർത്തു ചക്രം തിരിയുന്ന നന്ദികേ മാർത്താണ്ഡ നന്ദന ദോതസമുദയം ചെന്നു ഭാസം കഴുത്തിൽ പരിബന്ധിച്ചു നിന്നു ദാടിപ്പിച്ചതൊന്നു ഓങ്ങിനാർദണ്ഡവും ആടൽ പൂണ്ടേറ്റം ഭ്രമിച്ചു പരക്കവേ നോക്കി തനയരിൽ മുമ്പനായെത്രയും ആക്കമേറിയിടുന്ന നാരായണാഖ്യനെ തെറ്റെന്നു ചെമ്മേ വിളിച്ചിടിനാനുറക്കവേ മുറ്റുമെന്നന്തികെ വന്നിരുന്നാശുനി രക്ഷിച്ചുകൊള്ളുക നാരായണ നീ ഒഴിഞ്ഞിക്കാലം ഉറ്റവരില്ലെനിക്കാരുമേ ചിത്തെ വിചാരമൊന്നേതുമില്ലെങ്കിലും യുദ്ധമവൻ വിളിച്ചോരളമന്തിയെ പത്മനാഭ അനുചരന്മാരിൽ മുമ്പഴും ഉത്തമ സിദ്ധ യോഗീന്ദ്രന്മാർ 4 പേർ സത്രമാവിർഭവിച്ചാർ മുകുന്ദനോടൊത്ത് സാരൂപ്യമേന്നുള്ള ഭക്തന്മാർ പേടിയായി കേതുമേ നീ എന്ന അജാമീളനോട് ചിരിച്ചരുൾ ചെയ്തു മധുരമായി കേടുകൾ തീർത്ത് അനുകമ്പാവശേനയെ വമ്പോട ആശുഭാശവം വേർപെടുത്തുരം ദൂരവേ നിൽക്കുന്ന കാലാനുചാരകന്മാരെയും അട്ടിയകറ്റി നിർത്തിയിടിനാൻ മാനസേ ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഉൾക്കരം നീടിന ഭീതിയും വിസ്മയവും മണന്നുത്തമന്മാർ വതന്നത്വാ തൊഴുതു തൊഴുതു വാങ്ങിയിടിനാൻ പത്മാസുഖൂതരതു കണ്ട് പത്മനാഭന്മാർ അപരതാമല്ലവേ മുൽപ്പൊക്കു നേരെ തടുത്തു നിർത്തിപ്പുനർ ഇപ്പോൾ ഇവിടെ നിന്നങ്ങുളരാകിയ മുക്കരന്മാർ നിങ്ങൾ ആരെന്നും എന്തിനായി ഇക്കാലമിങ്ങുവെന്നിൻ ഇവൻ തന്നെയും ബന്ധിച്ചു താടിച്ചിഴപ്പാനൊരുമ്പെട്ട ബന്ധവും അന്ധതയിന്നിയ ചിന്തയാ സത്യം പറഞ്ഞു വെക്കൽ കന്നു കേട്ടവൻ അത്യാദരേണ തൊഴുതി ചൊല്ലിയിടിനാൻ ഞങ്ങളിവിടേക്ക് ധർമ്മരാജാജ്ഞയാൽ ഇങ്ങു വന്നീ മഹാഭാവികളെ കൂടവേ കൊണ്ടുപോവാൻ
ഒരുമ്പെട്ടതെന്തിനായിക്കൊണ്ടരുതെന്ന് ചൊല്ലിത്തടുത്തിടുവാൻ ബന്ധമാകുന്നതൊന്ന് അന്ധരല്ലാതെ സൽബന്ധുക്കളായുള്ള നിങ്ങളോ ഞങ്ങളോ ചിന്തയാപാരം ബഹുമാന യോഗ്യരെന്ന് അന്ധര കൽപ്പിച്ചത് എന്തിനെന്ന്. ഇങ്ങനെ ദുഷ്ടനായുള്ളിവൻ തന്നെ വൻപിനോട് ഒട്ടേറെ നന്നായി അനുസരിച്ചിടുവാൻ ചിത്തകാരുണ്യമുണ്ടായതരുൾ ചെയ്യുക. ഉത്തമ പുരുഷന്മാർ അവർ കേട്ടുള്ള മൃത്യുദൂതാവലിയോട് അതിനുത്തരം അത്യാദരേണ ചിന്തിച്ചരുളി ചെയ്തിടിനാൻ. ധർമ്മരാജാജ്ഞയാൽ ഇങ്ങു വന്നിട നിർമ്മലന്മാർ ഭവാന്മാരെന്നിരിക്കിലോ ധർമാധർമ്മങ്ങളും ദണ്ഡഭേദങ്ങളും നിർമായ രമ്യഭേദന ചൊല്ലിയിടുവൻ തുല്യമായെന്ന് കേട്ട അന്തകദൂതന്മാർ ചൊല്ലിനാരാഗമുക്തി പ്രകാരങ്ങൾ. കല്യാണമാർഗ കർമ്മങ്ങൾ ധർമ്മങ്ങൾ മറ്റല്ലാത്തതെല്ലാം അധർമ്മമല്ലോ നൃണാം. ധർമ്മമാർഗേണ ചരിപ്പവർ ചെന്നുടൻ രമ്യസുര ആലയത്തിങ്ങൾ സുഖിക്കുന്നു. നിർമ്മലാനന്ദ സ്വരൂപിണിമാരായ രമ്യസുരനാരിമാരുമായ അന്വകം നിർമാര്യാദകന്മാരായ പാപികൾ നമ്മെ എല്ലാം അഹോ കൊണ്ടുപോയി ഞങ്ങളും പാപകർമ്മങ്ങൾക്കുചിത വേഗങ്ങളാ താപനരകങ്ങളെ ഭുജിക്കുന്നു. നാരായണസ്വാമി സർവലോകാത്മകൻ കാരണൻ തൻ നിയോഗത്തിലതൊക്കെയും സർവകാലേഷു സർവഞ്ച സർവം മഹാസർവമായ അവശാലെന്നറിയുന്നതും ദുർവിനീതൻ മഹാപാതകിയായ ഒരു ഗർഭം കലർന്ന ഒരു അജാമിളനാം ഇവൻ ചെയ്ത മഹാപാപകർമ്മങ്ങളൊക്കവേ കൈതവഹീനം ഗണിപ്പാനഹീന്ദ്രനും ശക്തനല്ല അഗ്രകുലോത്ഭവനാമിവൻ തൽക്കുല കർമ്മസ്ഥിതനായ അനുദിനം വിദ്യാവിചാര സൂക്ഷ്മജ്ഞൻ ഗൃഹസ്ഥൻ ധർമ്മസ്ഥിതനായ പിതൃ സന്നിധവുമേമിനാൻ. അക്കാലം അങ്ങൊരു നാൾ ആരണ്യാന്തരം പുക്കാൻ സ്മിത കുശാദ്യങ്ങൾ അന്വേഷിപ്പാൻ ഭദ്രത സഞ്ചരിച്ചിടും ദശാന്തരെ ഭദ്രമാം ശൂദ്രം ഇതിനത്തെയും ബലാൽ കണ്ടാൻ മധുമതത്തോടുന്നിമിപ്പത കണ്ടിക്കരിങ്കുഴനാളുടെ ഭംഗിയും സാരസ്യ സൗജന്യ രീതിമേളങ്ങളും ചാരുസ്മിതാനനാഭാംഗവിലാസവും വാരിളം കൊങ്കകളും നിതംഭാവയും വാരണേന്ദ്രാം കാനനം മൃതിയാനവും മോഹനക്കാരങ്ങളെ കണ്ട് സംഭ്രമാൽ മോഹപരവശനച്ചമഞ്ഞിടിനാൻ. പോകയും നിൽക്കയും വല്ലാതെ ഭൂസുരനാകാംക്ഷയെ വലയുമ്പോഴതങ്ങവർ ഞാൻ അനുകൂല എന്നുള്ളതുടനാവാക്കാനരം കൊണ്ട് മന്ദം പറഞ്ഞിടിനാൻ. താനാതുപോതകതാരിണങ്ങേറ്റവും ദീനനായ ക്ലേശിതനായി വശം കെട്ട കോചൻ നമ്മളെ പുണഞ്ഞിടിനാൻ. ആദരാൻ വന്നെഴും തുല്യാനുപാത കൗതുകലാൽ സംഘം എടുത്ത് മതിമറന്നേറ്റവൻ തങ്ങളെ ചേർന്ന് രമിച്ചേൻ അനുദിനം. തന്നെ വർണ്ണധർമ്മങ്ങളും കർമ്മങ്ങളും തന്നെയും കൂടെ മറന്നാൻ അതിശടൻ അങ്ങനെ നിത്യം രമിച്ച് അവനീശ്വരൻ അങ്ങ് അവളെ പിരിയാതെ വധിച്ചാൽ കൽമഷൗക്കങ്ങൾ അവതരിച്ചുള്ളത് ആ ജന്മികളെന്ന പോലെ ചില പുത്രരും ചെമ്മേ മുതിർന്നുള്ള വായിച്ചമഞ്ഞാരവർ നമ്മെ വളർപ്പതിനായി അതികസ്മലൻ മുന്നം തനിക്കുള്ളതെല്ലാം നശിപ്പിച്ചു പിന്നെ പരദ്രവ്യമാർജിച്ച് ഏറ്റവും ബ്രഹ്മസ്വവും അമരസ്വവും സ്വസ്വവും നിർമര്യാദകനേറ്റമടക്കിനാൽ മുന്നിലേസംഗിനാവിൽ പോലും ഏതുമൊന്നങ്ങ് അറിയാതെ കണ്ടിങ്ങനെ നിന്ദ്യനായി തന്നെ മറന്നു കഴിച്ചിതു കാലവും വന്നെടുത്തു ജീവിതാവധിയും തുലവും. അങ്ങനെയുള്ള മഹാപാപിയെ പുനരങ്ങു വൈകാതെ കൊണ്ടാശു ചെന്നിടുവാൻ ഞങ്ങളെ ചിങ്ങു ധർമ്മരാജൻ. ഇന്ന് ഇങ്ങനെയുള്ള മഹാപാപിതനുടെ യാലത്ത് നിന്നങ്ങ് എഴുന്നള്ളുവാനുള്ള കാരണം നേരെ അരുൾ ചെയ്യുക വേണമേ. കാലദൂതാവലി ഒന്നത് കേട്ട് തൽക്കാലേ ചിരിച്ചു നാരായണദൂതരും പാരാതെ കണ്ടരുൾ ചെയ്യുക. സുഹൃതങ്ങൾ ആരുമില്ല ഇങ്ങവനുത്തവരൊഴിയിൽ നേരെ വിചാരിച്ചു കാൺമിന്തനെ നാരായണ ഏതി നാമം വിധിച്ചപ്പോഴേ വേറെ ആഴ്ചമഞ്ഞിവരുടെ പാതകം 100,000 ജന്മം ആർജിച്ചതൊക്കെയും കാലാവാസം ഗമിപ്പാൻ തുടങ്ങും. ക്ഷണകാലേ തിരുനാമമൊന്നറിയാതതാൻ പാരിൽ ഒരുവൻ ജപിക്കിലവരുടെ ഘോര മഹാപാപമൊക്കെ നീങ്ങിടുന്നു. 1000 തിരുനാമങ്ങൾ ഓരോന്നിനുള്ള ഫലങ്ങൾ ഇല്ലിടുവാൻ മാരാരെയും വശമല്ല അന്യസന്തതം നാരായണ ഏതി ജപിച്ചിരുന്നിടുന്നു. നാവാലത് ബലാലൊന്ന് ചൊല്ലിയിടുകിൽ പാവനമായി വരും. ജഡമൊക്കവേ നാരായണാക്കിയ 4 അക്ഷരമാകിയാൽ ഓരോന്നിനുള്ള ഫലങ്ങൾ ചിന്തിക്കലും വേദജപങ്ങളും യാഗകർമ്മങ്ങളും ബാധിക്കു ബാധി പരിഹാരമല്ലെന്നു ചൊല്ലുന്നിത് അങ്ങനെയുള്ള നാമമ്പലാൽ ഉള്ളഴിഞ്ഞാകന്ത ചൊല്ലുകയാലിവൻ
കൽവശമെല്ലാം അകന്നിതോ ശുദ്ധനായി നിർമ്മലനായി ചമഞ്ഞിടിനാൻ ഏറ്റവും ദണ്ഡത്തിനിന്നിന് യോഗ്യനിലൊട്ടുമേ ദണ്ഡിയോടങ്ങ് പോയിച്ചെന്ന് ചൊല്ലിയിടുവിൻ. ഞങ്ങൾ ഈ വണ്ണം പറഞ്ഞത് എന്നെങ്ങുള്ളതും അങ്ങ് പിതൃപതിയോട് ചൊല്ലിയിടുവിൻ. നിങ്ങൾ ചൊന്ന് എന്നാൽ അവൻ അറിയും ദൃഢം ഞങ്ങളെയും പരമാർത്ഥങ്ങളൊക്കെയും സർവജ്ഞനാ ധർമ്മരാജനവസ്ഥകൾ സർവം ഗ്രഹിച്ചുര ചെയ്യുന്ന വണ്ണമേ നിർവഹിപ്പിൻ. പിന്നെ നിങ്ങളെന്നാലതും സർവൈക സമ്മതമായി വരും നിർണയം സർവമേവം പരമാനന്ദശാലിക സർവേശ വൃത്തിനാൾ ചെയ്തു കേൾക്കയാൽ ഗർവം കറന്ന് യമഭടന്മാരുടെ ദൈവഗതികൾ വിചാരിച്ചു മാനസേല ജയം കൊണ്ട് ഭക്തരങ്ങളും കുമ്പിട്ട് ജനം ദുർജന സജ്ജനാം മതം നിശ്ചയിച്ചൊന്നു മാറുകയില്ലായ്കയാൽ ദുച്ചരിത്രങ്ങളും ദുർവചനങ്ങളും ചെയ്തു പോയെങ്കിൽ ക്ഷമിച്ചു കൊള്ളേണമേ. കൈതവഹീനം ദശാദയാവശന്മാർ നിങ്ങൾ എന്നു പറഞ്ഞു തൊഴുതവർ നന്നായി അനുവാദവും കൊണ്ട് വാങ്ങിനാൻ ചെന്ന് പിതൃപതി തന്നോട് അജാമിളൻ തന്നു ദന്തങ്ങൾ ഉണർത്തിച്ചു കൊള്ളുവാൻ ഞാൻ ഇനി മുമ്പിൽ എന്നവരെ വരും പാഞ്ഞിടിനാണ് സംയമനി നോക്കി ദ്രുതം. അപ്പോഴത് അന്തകിങ്കരന്മാരോട് ഉൾപ്പേടി ചേർത്ത് ബന്ധിച്ചു ബന്ധങ്ങളും പെട്ടെന്നഴിച്ചു രക്ഷിച്ചു ജഗൽപതിക്കിട്ട സാരൂപ്യവാന്മാർ മകുടങ്ങളും മുക്ത അളകങ്ങളും ഊർദ്ധപുണ്ഡ്രങ്ങളും സ്നിഗ്ധ കടാക്ഷാവിലാസ ആനനങ്ങളും ചാരുമകര മഹാമണി കുണ്ടല പ്രേരിത നിർമ്മല ഗണ്ഡസ്ഥലങ്ങളും ഗ്രീവാസ ശോഭകളും കാവുസ്തൂപങ്ങളും ശ്രീവത്സ വട്ടസുഖതൃക്കരങ്ങളും ശംഖചക്രാബ്ജഗതാദ്യായുധങ്ങളും പങ്കജ സംഭവ നിവാസി സരോജവും പീതാംബരങ്ങളും പാദാംബുജങ്ങളും ഭൂതപുരാതന പുണ്യാകൃതികളും പ്രീതി പൊഴിഞ്ഞ മുഖകമലങ്ങളും ഭീതി ഒഴുകുന്ന വാണിമേളങ്ങളും കണ്ടു തിരുനാമം ആകാത്മ്യവും കേട്ട് കൊണ്ട് അകമേ വളർന്നുണ്ടായ വിസ്മയാൽ പണ്ടുതാൻ ചെയ്ത മഹാദുരിതങ്ങളും മിണ്ടൽ കറന്നതിനുള്ള ഫലങ്ങളും കൊണ്ടൽ നേർവർണ്ണൻ മഹിമ പ്രഭാവങ്ങളും കണ്ടാണ് നമുക്കുണ്ട് സാമ്പ്രതം നല്ലത് എനിക്കിനി എന്തെന്നവരോട് വല്ലവേ ചോദിച്ചു കൊള്ളണമെന്നവൻ കല്യാണ ദേവതാകാമുകൻ തന്നെ ഉള്ളി സ്മരിച്ചുറപ്പിച്ചു എഴുതുടൻ ഭക്തപ്രപാടന ആരംഭകാലം നിനക്ക് അത്ര അടുത്തതില്ല എന്നുടൻ അന്തരാതത്രം പറഞ്ഞത് കണ്ടു വൈരാഗ്യവും ചിത്തേമെടുത്ത സന്താപവും ഭീതിയും കൂടെ കലർന്ന് അഴകോട മനക്കാമ്പിലൂടെ വിചാരം തുടങ്ങിനാൻ ഈ ദൃശ്യം ഞാൻ യാതിനി ചെയ്വതാനന്ദവാരിതേം ദീനാദയാനിതേ നീ വെടിഞ്ഞിടിനാൽ മേലിലൊരു ഗതിയില്ല എനിക്ക് എന്നതിക്കാലം ഇവിടെ ഈ കണ്ടത് നിർണയം കീഴിലേതാനുമുണ്ട് അല്പസുഹൃതം ഇപ്പോൾ അറിയാതെ ചെയ്തു പോയിട്ടുള്ളത് മൂലം കഴുത്തിൽ അമ്മാർ അകപ്പെട്ടവൻ കാലവാശത്തെയും ഛേദിച്ചരക്ഷണം പാലനം ചെയ്വതിന് അഖിലൈക സൽപാലന തൽപരന്മാരവതമ്മയും കാണാൻ കഴിഞ്ഞതതും ദുരിതാംബുതവും വീണു മുഴുകി തളർന്നു നീന്തുന്നു ഞാൻ താൻ അറിയാതെ തന്നെ എൻ്റെ പേര് വിളിച്ചേൻ അതുകൂടവേ നിൻ തിരുനാമമായി വന്നതും ഇന്നത് കാരണം ഇങ്ങനെ വന്നു രക്ഷിച്ചതും എന്നത് എഴുതുടൻ ഖിന്നത എന്നെ ചോദിച്ചു കൊള്ളുവാൻ വന്നീല അവകാശമെന്നത് മുർക്കിലോ നിന്നുടെ മായ വികൃതികളൊക്കെയും നിന്നാൽ അരുതാത്തതില്ലോ ഒരു വസ്തുവും സർവവും നിന്നുടെ മായ ത്രേജകൾ സർവേക നായക കണ്ടതും കേട്ടത് സർവം എനിക്കറിയാമെങ്കിൽ ഇങ്ങനെ സർവേശ കാട്ടിയത് അത്ഭുതമത്രേ സർവം സഖാദേവ വംശേ ജനിച്ച ഞാൻ സർവ കർമ്മധർമ്മങ്ങളും വിട്ടുടൻ ശുദ്ര സമാചാര തൽപരനായ ഒരു ശുദ്രധരണീയ സംഗീതനാരദം വച്ച മഹാദുരിതങ്ങളും ചെയ്ത് ആശ്രയമമ ജന്മവും ഇങ്ങനെ വിക്കഴിഞ്ഞുതവമായ ഭ്രമങ്ങളാൽ നീക്കമൊഴിഞ്ഞ് നീ കൃപാവാരുതേ നിങ്കനിവെങ്കിലും അങ്കുരിച്ചീടുകൾ സങ്കടവൻകളൽ കന്തൻ കരയേറുവാൻ പങ്കജാക്ഷാതുലോമുണ്ടെളുപ്പം പദപങ്കജേ സർവം സമർപ്പയാമി പ്രഭു യുദ്ധവാചകൾ ഗുരുതങ്കലം മാറു തച്ചിത്ത സമർപ്പിച്ചുറപ്പിച്ചു സാമൃതം സത്യസ്വരൂപം സമാശ്രയിച്ചാശുതാൻ പുത്രകളത്ര ദേഹാർത്ഥങ്ങളൊക്കെ എന്തിത്വ ജനിമൃത ദുഃഖമൊഴിപ്പതിന് അച്യുതങ്കൽ സമർപ്പിച്ചകിലവും വിശ്വസിച്ചിത്രിലോകീശൻ ജഗന്മേൻ സച്ചുൽ പരബ്രഹ്മാരമ്യ സനാതനം ഹൃത്കമലിതളം ധ്യാനിച്ചു കൊണ്ടിരുന്ന ഭക്ത്യ തപോധന വേഷം ധരിച്ചുടൻ ഗംഗാധര സീമിനി ചെന്നിരുന്നാദരാൽ ഗംഗയിൽ സ്നാനവും ചെയ്തു ഷയ്ക്കും ഇതു സംഘങ്ങൾ അന്യങ്ങളെല്ലാം ഒഴിഞ്ഞു സൽസംഗീതിനേശനെ വന്ദിച്ചു സാമ്പ്രദം ചെന്നുടൻ അജാന്തരം ബുക്കു ജിതാസന സന്നിധാനേന പരാപരമവ്യയും സച്ചിന്മയ സകലാശ്രയം ഈശ്വരം ദിവ്യജനഹൃദയം
ഹൃദയസ്തവനാമയം ഹാരകിരീട കടകാം ഗതാം ഗുലിയോര് മകരമഹാമണികുണ്ടലം ചാരു ചതുർഭുജ അലങ്കൃത ശംഖുചക്രാരവിന്ദാദി സർവായുധ സംവൃതം പീതാംബരം പത്മനാഭം നിഗമാന്തപാദാർത്ഥ സംഗ്രഹ പാദാംബുജംബരം ശ്രീവത്സവക്ഷോ ശ്രീധരം ഭൂധരം ശ്രീവാസുദേവം അനന്തമലേപകം നാമരൂപകാരഹീനമാഗോചരം വ്യോമാവ്യാപ്തിപ്താഖില ചൈതന്യകം മായാമയം പരമാനന്ദ വിഗ്രഹം കായ മലർപ്രഭം ധ്യാനിച്ചനു ദിനം താനും ഭഗവാനും ഒന്നാഴ്ചമന്യത്യാനന്ദ സാരൂപ്യ ഭാവേന സന്തതം മേ വീടിനാൻ പിതൃദേവാഗ്നി സർവരും കേവലം മേന്മേ പ്രസാദിച്ചതേറ്റവും അക്കാലമേ കഥ നാരായണജ്ഞ സൽകൃതന്മാരായ ഭക്തജനങ്ങളെ രക്ഷിച്ചു ലോകേട്ട് സഞ്ചരിക്കും മഹാവിഷ്ണുദൂതന്മാരുടൻ വന്നുതേറിനാൻ 4 പേർ മുന്നം അവൻ തൻ കഴുത്തിൽ ചേർത്ത കാലപാശം പരിച്ഛേദിച്ചു സാദരം പാലിച്ചവൻ പരമാനന്ദശാലികൾ ബാലാർക്ക ഓടിപ്രഭയാ വിളങ്ങിനാൻ ദിവ്യാനെ നിന്ന് വന്നിങ് അജാമിളം പേർ വിളിച്ച് അമ്പോട് മന്ദമരുൾ ചെയ്താൻ വന്ന വിമാനം അതിലുടനേറു നീയും ഇന്നിനി പാർക്കരുതിങ്ങനെ ഊതലേ ചെന്നു ജഗത്സ്വാമിയെ തൊഴുതിയിടുവാൻ വന്നടുത്തു തവ ഭാഗ്യകാലം സഖേം പോക നാം എന്നത് കേട്ടു നോക്കും ഇതോ ലോകേശ വൃത്യരെ കണ്ടിരുന്നേറ്റവൻ ചേതസി ഭക്യ നിറഞ്ഞു വഴിഞ്ഞ സമ്മോദേന ചെന്നു നമസ്കരിച്ചിടിനാൻ. വീണ് നമസ്കരിക്കുന്നവൻ തന്നെ പാണി പിടിച്ചെഴുന്നേൽപ്പിച്ച സാദരം മെല്ലത്തലോടി തഴുകി വിമാനമങ്ങ് അല്ലലൊഴിച്ചെടുത്തേറ്റി സരസമായി ചൊല്ലി രസിപ്പിച്ചു തൽക്കരിച്ചേറ്റവൻ കല്യാണശാലികളോട് കൂടെ ദ്രുതം പൊങ്ങും വിമാനോപരി വിളങ്ങുന്നവൻ അങ്ങുലക് ഈരേഴും ക്രമവശാൽ കണ്ടാനന്ദം ഉൾക്കൊണ്ട് ചെന്നു എന്നിണ്ടലൊഴിഞ്ഞ് വൈകുണ്ഠലോകത്തീ കണ്ടു തൊഴുത് അകമ്പുക്കടൻ കൊണ്ടൽ വർണ്ണാഗ്രികൾ കണ്ടു വണങ്ങിനാൻ. കുണ്ടത തീർന്ന അഖിലേശ്വരൻ താനും ആ കണ്ടവരോട് ഒരുമിച്ചരുളിയിടിനാൻ. സാരൂപ്യമാ ഗതിയും ലഭിച്ച് അങ്ങനെ നാരായണപ്രിയനായ അജാമിളൻ താൻ അറിയാതെ തനയനെ പേർ വിളിച്ചാനതു നാമബന്ധാക്ഷരമാകിയാൽ കാലദൂതാവരുതൻ കയ്യിൽ നിന്ന് തൽക്കാലെ പരിചോട് വേർപെടുത്തിങ്ങനെ മേലിലൊരു ലയമില്ലാതെ സൽഗതി കാലസ്വരൂപൻ കൊടുത്തരുളിയിടിനാൻ. മാനസഭക്യ സദൈവ തൽപാദവും ധ്യാനിച്ചനിശം തിരുനാമമന്ത്രങ്ങൾ നേരെ ജപിച്ച് അവനെന്തോര സൽഗതി നാരായണൻ കൊടുക്കുന്നതിനി പ്രഭോ മായാപദേ തവ മായാവീകളായതെല്ലാം അതാരറിയുന്നതും കാരുണ്യശീല നാമങ്ങൾ ഓതിയിടുവാൻ നേരെ വരമരുളയണമേ സന്തതം. നാരായണ ദുരിതങ്ങൾ അറിഞ്ഞും ഒട്ടോരോതരം അറിയാതെയും അന്വകം വ്യാപാര കാരണമായി ചെയ്വതൊക്കവേ വേർപെടുത്തന്നെ രക്ഷിച്ചു കൊള്ളണമേ. മാതങ്ങളാൽ ഇക്കാലമെത്തിയ മാനുഷജന്മം വൃഥാ കളയായിടോ മാനസമേ. നമുക്കല്ലാതെ മറ്റിനി ദീനത തീർപ്പാതിന് ആരുമില്ല ഓർക്ക നീ കൃഷ്ണ. നാരായണ ഹരേ കൃഷ്ണ ഹരേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമ. കൃഷ്ണായ വാസുദേവായ
ഹരയേ പരമാത്മനേ പ്രണതക്ലേശായ ഗോവിന്ദായ നമോ നമഃ. ആ ആ ആ.